അപ്പൊ മുഹമ്മദ് നബിയെ അബ്ദുൽ മുത്തലിബ് ചെന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്ന് പേര് വിളിക്കുന്നതിന് മുമ്പ് ലോകത്തിന് മുഹമ്മദ് നബിയെ പരിചയമുണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുഹമ്മദ് നബിയെ പരിചയമുണ്ടായിരുന്നു, പക്ഷേ കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധ ഖുർആൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് വേൾഡിന്റെ അല്ലെങ്കിൽ പുരാവസ്തു ഗവേഷകന്മാരുടെ 14 കാർബൺ പരീക്ഷണത്തിലൂടെ 14 നൂറ്റാണ്ട് പഴക്കമുണ്ടെന്നതിനകത്ത് തർക്കമില്ലാത്ത തരം സംശയാതീതമായി തെളിയിക്കപ്പെട്ടതാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരാൽ എഴുതപ്പെട്ടതാണ്. അതായത് നബി തങ്ങളിൽ നിന്ന് കേട്ട് അനുചരന്മാർ എഴുതിയതാണെന്ന് ചരിത്രം അറിയുന്നവർ പോലും സംശയിക്കാതിരിക്കുന്നുവെങ്കിൽ ആ ഖുർആൻ 2024 ഒക്ടോബർ മാസം കഴിഞ്ഞ് നവംബർ 1-ാം തീയതിയിലെ ഈ രാത്രിയിൽ നാം പ്രസംഗിക്കുമ്പോൾ അന്ന് മുഹമ്മദ് നബിക്കോ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ അനുചരന്മാർക്കോ കണ്ടെത്താനോ പറയാനോ മനസ്സിലാക്കാനോ കഴിയാത്ത കാര്യങ്ങൾ ആ വേദഗ്രന്ഥത്തിൽ ഉണ്ടെങ്കിൽ, പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഗ്രന്ഥം എങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ഒരു നിഷ്പക്ഷ അന്വേഷിയുടെ, ഒരു നിഷ്പക്ഷ ചരിത്രകാരന്റെ ബാധ്യതയാണ് എന്നാമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളിലേക്കും ഖുർആനിലേക്കും കടന്നു വരികയാണ്. ഈ മുഖവര നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മള് ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ എന്താ ചെയ്യാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ മറ്റാരുമില്ല, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്നതോട് കൂടിയാണ് ഒരാൾ മുസ്ലിം ആവുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ മറ്റാരുമില്ല എന്ന് നമ്മൾ അറിയുന്നത് മുഹമ്മദ് നബിയിലൂടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹയെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ മനസ്സിലാക്കലാണ് പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്നതിന്റെ പ്രാരംഭ ഘട്ടമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ബുദ്ധി തേടുന്നത് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഖുർആനിൽ 4 സ്ഥലത്താണ് മുഹമ്മദ് എന്ന് പേരുള്ളത്. ഇവിടെ ഹാഫിളീങ്ങളുണ്ട്. 4 സ്ഥലത്താണ് മുഹമ്മദ് എന്ന് പേരുള്ളത്. മകാന മുഹമ്മദുൻ നബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയീൻ. ഒന്നവിടെയാണ്. ഹാഫിളീങ്ങളല്ലേ? ഹാഫിളീങ്ങളല്ലേ? ഓർമ്മയുണ്ടല്ലോ അല്ലേ? സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മകാന മുഹമ്മദുൻ നബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയീൻ. ഒന്നവിടെയാണ്. രണ്ടാമത്തേത് മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന. മൂന്നാമത്തേത് ഒരു അധ്യായം തന്നെയുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് എന്ന സൂറത്തിൽ ഒരു ഖുർആന്റെ പേര് തന്നെയുണ്ട്. വല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വആമനൂ ബിമാ നുസ്സില അലാ മുഹമ്മദ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്ത് ഉറക്കെ ചൊല്ലാം. മുഹമ്മദുർ റസൂലുള്ളാഹി മാ കാന മുഹമ്മദുൻ നബാ അഹദും മിർ റിജാലികും വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയീൻ. സൂറത്തുൽ അഹ്സാബ്. 4 സ്ഥലത്താ മുഹമ്മദ് എന്നുള്ളത്. ശ്രദ്ധിക്കണം. അഹ്മദ് എന്ന് ഖുർആനിൽ ഒരു സ്ഥലത്തുണ്ട്, സൂറത്ത് സഫിലാണ്. അഹ്മദ് എന്ന് ഖുർആനിൽ ഒരു സ്ഥലത്തുണ്ട്, അത് സഫ് സൂറത്തിലാണ്. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുഹമ്മദ് എന്ന് പേര് വിളിച്ചതാരാണ്? അബ്ദുൽ മുത്തലിബാണ്. കാരണം ആമിന ബീബി റളിയല്ലാഹു അൻഹ, വഹബിന്റെ പുത്രിയായ ആമിന ബീബി റളിയല്ലാഹു അൻഹ അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ളയെ വിവാഹം കഴിച്ചു. ഗർഭിണിയായ അബ്ദുള്ള കച്ചവടക്കാരനാണ്. അങ്ങനെ കച്ചവടത്തിന് വേണ്ടിയിട്ട് അബ്ദുള്ള പോകുമ്പോ ആമിന ഗർഭിണിയാണെന്ന വിവരം അദ്ദേഹം അറിഞ്ഞിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെ യാത്രയാക്കി പ്രിയപ്പെട്ട ഭർത്താവിനെ. പോയി വരുന്നതും കാത്തുകൊണ്ട് പടിയിൽ ഓരോ ദിവസവും അവർ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബിന്റെ ഇളയ മകനായ അബ്ദുള്ള, ആമിന ബീബിയുടെ വയറ്റിൽ വളരുന്ന പൊന്നുമകന്റെ പിതാവ് മരണപ്പെട്ടു എന്ന വാർത്ത ആമിന അറിയുകയാണ്. ഇന്ന് വരും നാളെ വരുമെന്ന് പ്രതീക്ഷിച്ച എന്റെ ഭർത്താവോ എന്ന് പറഞ്ഞുകൊണ്ട്
മക്കയിലെ കഅബയുടെ കിഴക്ക് വശത്ത് കാണുന്ന അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ താഴ്ഭാഗത്തുള്ള കൊച്ചു പുരയ്ക്കകത്ത് കാലചക്രത്തിന്റെ ഉദയാസ്തമയങ്ങൾക്ക് സാക്ഷി നിന്ന് പതഞ്ഞൊഴുകുന്ന യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും കുഞ്ഞോളങ്ങളെ തഴുകി മുന്നോട്ട് പായുന്ന കപ്പലിന്റെ മീതെ പറക്കുന്ന പക്ഷികളെ പോലും സലാത്ത് ചൊല്ലുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ച ആമിന ബീബി തളർന്നിരുന്നു. പടച്ചവനെ, ഞാൻ എന്താ കേൾക്കുന്നത്? ഇതിൽ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് നബിയും ഖുർആനും ഒന്ന് സമന്വയിപ്പിച്ചുകൊണ്ടായിരിക്കും എന്റെ പ്രസംഗം തീർക്കുക. നിങ്ങളെ ഇരുത്തി ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ തരുമാറാവട്ടെ. ഇത് ലോക ചരിത്രമാണ്. ആമിന തളർന്നിരുന്നു റളിയല്ലാഹു അൻഹ. അപ്പോ അബ്ദുൽ മുത്തലിബ് ഓടി വന്നു. 70 വയസ്സ് കഴിഞ്ഞ ആളാണ്. ആമിന, നീ കരയണ്ട, പടച്ചവന്റെ വിധിയാണ്. അടുത്തുള്ളവരൊക്കെ ഓടി വന്നു, പടച്ചവന്റെ വിധിയാണ്. അങ്ങനെ ആമിന എന്ന ആ യുവതി ചെറുപ്പക്കാരി കണ്ണുനീര് തൂകി. ഒരു റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ച പ്രഭാതത്തോടടുത്ത സമയത്ത് ആമിന റളിയല്ലാഹു അൻഹ പൊന്നുമോന് ജന്മം കൊടുത്തു. 7 ദിവസമായി പൊന്നുമകന് പേര് വിളിക്കണം. എന്ത് പേര് വിളിക്കണം? അബ്ദുൽ മുത്തലിബ് ഒരു വെള്ളത്തുണിയിൽ പൊന്നുമകനെ കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? കഅബയുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ചേർന്ന് നിർമ്മിച്ച പരിശുദ്ധ കഅബത്തിന്റെ അടുത്തേക്കാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മിച്ച നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ജലപ്രളയത്തിൽ തകർന്ന് തരിപ്പണമായി പോയ, പിന്നീട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ചേർന്ന് നിർമ്മിച്ച കഅബത്തിന്റെ വാതിലിന്റെ അടുത്തേക്ക് ആ പൊന്നുമകനെ കൊണ്ടുവരികയാണ്. ആ 70 വയസ്സുകാരൻ ആകാശത്തുതച്ചു നിൽക്കുന്ന ചന്ദ്രനേക്കാൾ ശോഭിക്കുന്ന സുന്ദരമായ മുഖത്തേക്ക് വൃദ്ധനായ അബ്ദുൽ മുത്തലിബ് എന്ന് നോക്കി. എന്ത് പേരാണ് വിളിക്കേണ്ടത്? അദ്ദേഹം അറിഞ്ഞില്ല. ഈ കുഞ്ഞിലൂടെ ലോക ചരിത്രത്തിലൂടെ താൻ അറിയുമെന്ന് ആ അബ്ദുൽ മുത്തലിബ് അറിയുന്നില്ല. കഅബത്തിന്റെ മുറ്റത്ത് കഅബയുടെ വാതിലിന്റെ മുമ്പിൽ കൊണ്ട് കിടത്തിയിട്ട് ആ കൈവെള്ളയിൽ ഇരിക്കുന്ന കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, മുഹമ്മദ്. സ്വലാത്ത് ചൊല്ലുക, മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തവാഫ് ചെയ്തുകൊണ്ടിരുന്ന അറബികൾ ചോദിച്ചു, അല്ല അബ്ദുൽ മുത്തലിബേ, നിങ്ങൾ എന്തേ അങ്ങനെ ഒരു പേര് വിളിച്ചത്? നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ എന്തേ അങ്ങനെ ഒരു പേര് വിളിച്ചത്? അങ്ങനെ ഒരു പതിവ് അറബികളിൽ ഇല്ല. പിതാമഹന്മാരുടെ പേരുകളാണ് വിളിക്കാറുള്ളത്, അല്ലെങ്കിൽ ഗോത്ര നേതാക്കന്മാരുടെ പേരുകളാണ് വിളിക്കാറുള്ളത്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വിളിച്ചതെന്ന് പറഞ്ഞപ്പോ ആ വന്യവയോധികൻ സന്തോഷത്തിന്റെ കണ്ണുനീർ തുള്ളികൾ തൂകിക്കൊണ്ട് കഅബത്തിന്റെ മുറ്റത്ത് വെച്ചുകൊണ്ട് കുഞ്ഞിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, അതിന്റെ അർത്ഥം സ്തുതിക്കപ്പെട്ടവൻ എന്നാണ്. എന്റെ മകനെ ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും സ്തുതിക്കട്ടെ എന്ന് ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. യഥാർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബ് യാദൃച്ഛികമായല്ല മുഹമ്മദ് എന്ന് പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ സൂറത്തു സഫൽ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ അറാഫ് 157-ാമത്തെയും 58-ാമത്തെയും ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബിന്റെ കൈവെള്ളയിൽ ഇരുന്ന് പുഞ്ചിരിക്കുന്ന ആ സുന്ദര മകനായ മുഹമ്മദ് എന്ന് പേര് വെക്കപ്പെട്ട ആ പ്രവാചകൻ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫലസ്തീനിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഹസ്രത്ത് ഈസാ നബി അലൈഹിസ്സലാം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു എന്ന് ഖുർആൻ. വഇദ് ഖാല ഈസ ഇബ്നു മറിയമ യാ ബനീ ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. വഇദ് ഖാല ഈസ ഇബ്നു മറിയമ, മറിയമിന്റെ പുത്രൻ ഈസ പറഞ്ഞ സന്ദർഭം, യാ ബനീ ഇസ്രായേൽ, ഓ യാക്കൂബ് നബിയുടെ മക്കളെ, ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തെ ശരിവെച്ച് കൊണ്ടുവന്ന പടച്ചവന്റെ ദൂതനാണ് ഞാൻ. വമുബശ്ശിറൻ ബിറസൂൽ, ഒരു നബിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് സന്തോഷം പറഞ്ഞു തരാം. യഅതിയ, പ്രവാചകൻ വരാനുണ്ട്, മിൻ ബഅദി, എനിക്ക് ശേഷം വരാനുണ്ട്. ഇസ്മുഹു, ആ പ്രവാചകന്റെ പേര് അഹ്മദ്, അഹ്മദ് എന്നാണെന്ന് ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചു എന്ന് ഖുർആനിലെ സൂറത്ത് സഫിൽ യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ, സലാത്ത് ചൊല്ലൂ നബി മുഹമ്മദ് മുസ്തഫ
ചിലർ ചോദിക്കാറുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് എന്തിനാ ഇങ്ങനെ പറയുന്നേൻ? സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയുടെ ഭൗതിക രൂപം ചരിത്രം അറിയുന്നതിന് മുമ്പ് 500 വർഷങ്ങൾക്ക് മുമ്പ് ഗലീലിയ തടാകത്തിന്റെ തീരത്തും ജെറൂസലേമിലും വെച്ചുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഖുർആനാണ്. വല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്നോട് ഈ പ്രസംഗം തീരുന്നതിന് മുമ്പ്. സംശയം ചോദിക്കോടെ ഇരിക്കുന്ന ഹാഫിളുണ്ട്. ഇനി സൂറത്തിൽ നിങ്ങൾക്ക് അടുത്ത് നോക്കിയാൽ 7ാമത്തെ സൂറത്തിൽ വ്യക്തമായി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم بالتوراة والإنجيل. അവരുടെ കൈവശമുള്ള തൗറാത്തിലും അവരുടെ കൈവശമുള്ള ഇഞ്ചീലിലും എഴുതി വെക്കപ്പെട്ട നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തൗറാത്തിൽ നബിയുടെ പേരുണ്ട്, ഇഞ്ചീലിൽ നബിയുടെ പേരുണ്ട്. ആര് പറഞ്ഞു? ഖുർആനിനകത്ത് അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞു. അപ്പൊ മുഹമ്മദ് നബിയെ അബ്ദുൽ മുത്തലിബ് ചെന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്ന് പേര് വിളിക്കുന്നതിന് മുമ്പ് ലോകത്തിന് മുഹമ്മദ് നബിയെ പരിചയമുണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുഹമ്മദ് നബിയെ പരിചയമുണ്ടായിരുന്നു, പക്ഷേ കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ലോകത്തിന് പരിചയമുണ്ടായിരുന്ന ഒരു മുസ്ലിമായ ഒരു ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വസിക്കൽ നിർബന്ധമാണ്, ഖുർആനിൽ വിശ്വസിക്കുന്നത്. ഇനി വേറെ കാര്യം പറയട്ടെ, ഇടയ്ക്ക് വേറെ കാര്യം കൂടെ പറയട്ടെ. നബിയുടെ ശിഷ്യന്മാരെ കുറിച്ച് പോലും തൗറാത്തിലുണ്ടായിരുന്നു. അങ്ങനുണ്ടോ? നബിയുടെ ശിഷ്യന്മാരെ കുറിച്ച് പോലും തൗറാത്തിലുണ്ടായിരുന്നു. ആരെ കുറിച്ച്? بكر وعن عمر وعن علي وعن عثمان ذا الكرم مولاي صل وسلم على حبيبك خير الخلق كلهم. അബൂബക്കറിനെ കുറിച്ച് തൗറാത്തിൽ ഉണ്ടായിരുന്നു. ഖുർആൻ ആയത്ത് ഓതാതെ വിടില്ല മുസ്ലിയാർ. നിങ്ങൾക്ക് ചോദിച്ചേക്കാം, ഓതിത്തരാം ഞാൻ ആയത്ത്, ഓതിത്തരാം. ഉമറുൽ ഫാറൂഖിനെ കുറിച്ച് തൗറാത്തിലും ഇഞ്ചീലിലും ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കിടക്കുകയാണ് രണ്ടുപേര്. മുത്തേ, ഈ പ്രപഞ്ചമാകുന്ന പനനീർപ്പൂവനം വസന്തത്തിന് വേണ്ടി കരഞ്ഞപ്പോ അള്ളാഹു നൽകിയ വസന്തമേ, വസന്തോത്സവമേ മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കിടക്കുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലേ, സിയാറത്തിന് പോകുമ്പോ നിങ്ങൾ അവിടെ മദീന പള്ളി കയറിയിട്ടില്ലേ? കേറുമ്പോ അവിടുത്തെ പോലീസുകാര് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോ എങ്ങനെയാ പോകുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മദീനത്തെ റൗളയിൽ ഡ്യൂട്ടിയുള്ള പോലീസുകാർ ആദ്യം ചെന്ന് പറയും, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ്, അസ്സലാമു അലൈക യാ ഉമർ ഇബ്നുൽ ഖത്താബ്. പോവാ, ഒപ്പിടുന്ന അങ്ങനാണ്. എന്നിട്ട് അടുത്ത ആൾക്കാർ വരും. അടുത്ത ഡ്യൂട്ടിക്കാർ സ്റ്റാർ ഉള്ളവരാണ്, SP റാങ്കിന് മേലാണ്, ചീഫാണ്, ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവര് ഡ്യൂട്ടി കയറുന്ന എങ്ങനെ? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ്, അസ്സലാമു അലൈക യാ ഉമർ ഇബ്നുൽ ഖത്താബ്. അവർക്ക് സലാം പറഞ്ഞിട്ടാണ് ഡ്യൂട്ടിയിലേക്ക് കടക്കുന്നത്. നിങ്ങൾക്കറിയാം, അവർ രണ്ടുപേരും റസൂലുള്ളാഹിന്റെ ചാരത്ത് കിടക്കുന്നു. അവരെ കുറിച്ച് തൗറാത്തിലുണ്ട്, ഉസ്മാനെ കുറിച്ച് തൗറാത്തിലുണ്ട്, അലി ഇബ്നു അബീ താലിബിനെ കുറിച്ച് തൗറാത്തിലും ഇഞ്ചീലിലും ഉണ്ടെന്ന് ഖുർആനിൽ നിങ്ങൾക്ക് കാണാം. എവിടെ പറഞ്ഞു അത്? ഖുർആനിലേക്ക് നമ്മൾ വരും, ശ്രദ്ധിക്കണം മക്കളെ. എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പൊ കുറച്ചൊക്കെ കിട്ടൂല്ലേ? എല്ലാവർക്കും അറിയാം, പേടി ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുമ്പോ പേടിയാ. തുടക്കുക മുഹമ്മദുർ റസൂലുള്ളാഹ്
വല്ലദീന മഅഹു അശദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുകഅൻ സുജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിളവാനാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ് ذلك مثلهم بالتوراة ومثلهم بالإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. ഈ സൂറത്ത് ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? സൂറ ഏതാ? സൂറത്തുൽ അൽഹംദുലില്ലാഹ്. ഖുലൂ തക്ബീർ. ഞാൻ ഓതി തെറ്റിയാൽ തിരുത്തി തരാൻ ഇരിക്കുന്നു ഹാഫിളീങ്ങൾ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ മുറ്റത്ത് സഹസ്രകോടി മലക്കുകൾ പ്രവാചകന്റെ മദ്ഹ് കേൾക്കാൻ, അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കാൻ കാതോർത്തിരിക്കുന്നത് നമുക്ക് അല്ലാഹു തുണയായിരിക്കട്ടെ. മുഹമ്മദ് മുസ്തഫ എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? ഞാൻ ഡയറക്റ്റ് അർത്ഥം പറയാം. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണ്. ഖുർആൻ തീർന്നില്ല. വല്ലദീന മഅഹു, മുഹമ്മദിനോടൊപ്പമുള്ളവരും. മുഹമ്മദിനോടൊപ്പമുള്ളവരാരാണ്? ആരാണ് ഒപ്പമുള്ളവർ? ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾക്കറിയില്ലേ? ഒരു മരത്തിൽ കുറച്ച് പക്ഷികൾ, അതിന്റെ ചുവട്ടിൽ നിന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, തൂബായ തൈർ, തൂബായ തൈർ, പക്ഷി നീ എത്ര ഭാഗ്യവാനാണ്, എത്ര സന്തോഷവാനാണ്. നീ മരത്തിന്റെ പഴം തിന്നുന്നു, അതിന്റെ തണല് കൊള്ളുന്നു. പരലോകത്ത് നിന്നെ ഹാജരാക്കുമ്പോ നിനക്ക് വിചാരണയില്ലല്ലോ. അബൂബക്കർ നിന്നെ പോലെയായെങ്കിൽ എത്ര നന്നായന എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, മഹാനായ സിദ്ദീഖുൽ അക്ബർ നബിയോടൊപ്പമുള്ള ആളാണ്. പക്ഷി എടുത്ത് പറയാ, മരത്തിൽ നിന്ന് പഴം തിന്നുന്ന പക്ഷി നോക്കിയിട്ട് പറഞ്ഞ, പക്ഷി നീ എത്ര ഭാഗ്യവാനാണ്. നീ തിന്നുന്നു, അതിന്റെ തണലും കൊള്ളുന്നു, പക്ഷേ നീ എത്ര ഭാഗ്യവാനാണ്. പരലോകത്ത് നിനക്ക് വിചാരണയില്ല. അങ്ങനത്തെ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും തൽഹത്തും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും സഅദും സഈദും സുബൈറും തുടങ്ങിയ ലക്ഷക്കണക്കിന് മനുനരിജനന്മാർ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദും വല്ലദീന മഅഹു, മുഹമ്മദിനോടൊപ്പമുള്ളവരും, ഖുർആൻ മുഹമ്മദിനോടൊപ്പമുള്ളവരും, അശിദ്ദാഉ അലൽ കുഫാർ, സത്യനിഷേധികളോട് കഠിനമായി സമരം ചെയ്യുന്നവരാണ്. റുഹമാഉ ബൈനഹും, അവർ പരസ്പരം കരുണയുള്ളവരാണ്. തറാഹും, അവരെ കാണാം, റുക്അൻ സുജദാ, റുകൂ ചെയ്യുന്നവരായും സുജൂദ് ചെയ്യുന്നവരായും അവരെ കാണാം. യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിളവാന, അതുകൊണ്ട് അവർ അല്ലാഹുവിന്റെ പ്രീതിയും അവന്റെ തൃപ്തിയും മാത്രമാണ് ആഗ്രഹിക്കാറുള്ളത്. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു, തറാഹും റുക്അൻ സുജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിളവാന, അല്ലാഹുവിന് സുജൂദും റുകൂഉം ചെയ്യുന്ന അവര്, അവന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് അവന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവര്. ദാലിക, ഈ പറഞ്ഞത്, മസലുഹും, അവർക്കുള്ള ഉപമയാണ്, ഫി തൗറാത്തി, തൗറാത്തിലെ, ഖാല അല്ലാഹു അസ്സ വജൽ, ഫി തൗറാത്തി. അങ്ങനല്ലേ ഉസ്താദേ? അർത്ഥം അങ്ങനല്ലേ? അപ്പോ ഒരു സംശയം തീർന്നേ. ഇനി ഒറ്റ സംശയം ഇവിടെ തീരാൻ പോവാ. ദാലിക, ഈ പറഞ്ഞത്, മസലുഹും, അവർക്കുള്ള ഉപമയാണ്, ഫി തൗറാത്തി, തൗറാത്തിലെ, വമസലുഹും ഫിൽ ഇൻജീൽ, ഇൻജീലിലും അവർക്ക് ഉപമയുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ പേര് അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ അൻആമിലെ 158ാമത്തെ ആയത്തിൽ തൗറാത്തിലും ഇൻജീലിലും പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ, സൂറത്തുൽ ഫത്ഹിനത്ത് മുഹമ്മദ് നബിയുടെ അനുചരന്മാരെ കുറിച്ച് പോലും തൗറാത്തിലും ഇൻജീലിലും ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ, മുഹമ്മദ് നബിയെയും അബൂബക്കറിനെയും മുഹമ്മദിനോടൊപ്പമുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരെയും ലോകം അറിയുന്നതിന് മുമ്പ് ഈ മഹാപ്രതിഭകളെ ലോക ചരിത്രത്തിന് അറിയാമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ലോക ചരിത്രത്തിന് അറിയാമായിരുന്നു, പക്ഷേ ഭൗതികമായി അന്നവർ ജനിച്ചിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദിന മുഹമ്മദ് മുസ്തഫ. അപ്പോ അബ്ദുൽ മുത്തലിബ് നബീന്റെ പേര് വെക്കുമ്പോ, മുഹമ്മദ് എന്ന് പേര് വെക്കുമ്പോ
ഒരു കാര്യം അണ്ടർലൈൻ ചെയ്യണം, യാദൃച്ഛികമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ. യാദൃച്ഛികമല്ല. നിങ്ങളൊക്കെ എവിടെ വെച്ചായ പേര് വെച്ചത്? കഅബയുടെ വാതിൽ. എന്താണ് അതിന്റെ പ്രത്യേകത? ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ സ്ഥലം ഏതാ? പള്ളിയാണ്. പള്ളിക്കകത്തൊരു കുളി നിർബന്ധമായ ആളിന് കടക്കാൻ പാടില്ല. കുളി നിർബന്ധമായ ഒരാൾ പള്ളിക്കകത്ത് കടക്കാൻ പാടുണ്ടോ? പാടില്ല. പള്ളിയുടെ മുകളിൽ ഒരു മരം നിന്നു, ആ മരത്തിന്റെ ശിഖരത്തിൽ ഒരു ജനാപത്തുകാരനായ ആൾ കടന്നു നിൽക്കാൻ പാടുണ്ടോ? പാടില്ല. കാരണം എന്താ? പള്ളിയാണ്. ലോകത്തുള്ള സർവ്വ വിശ്വാസികൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് പള്ളി, വഖഫ് ചെയ്യപ്പെട്ടതാണ് പള്ളി. ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് പള്ളി. പള്ളികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള പള്ളികൾ ഏതൊക്കെയാണ്? 3 പള്ളികളാണ്. ഒന്ന് മക്ക, ഒന്ന് മദീന, ഒന്ന് ബൈത്തുൽ മുഖദ്ദസ്. ഈ പള്ളികളിൽ പോകാൻ വന്ന് നേർച്ച നേർന്നാൽ ആ പള്ളിയിൽ തന്നെ പോകണം. ഞാൻ മക്കത്ത് പോയി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചേക്കാന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പോയി നിസ്കരിക്കണം. മദീനത്തെ പള്ളിയിൽ പോയി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാന്ന് പറഞ്ഞാൽ അവിടെ പോയി നിസ്കരിക്കണം. ബൈത്തുൽ മുഖദ്ദസിൽ പോയി നിസ്കരിക്കണമെന്ന് നിയ്യത്ത് ചെയ്താൽ അവിടെ പോയി നിസ്കരിക്കണം. ഇനി ഒരാൾ നേർച്ച നേർന്ന് ഈ 3 പള്ളിയല്ലാത്ത ഏതെങ്കിലും സ്ഥലത്ത് പോകാൻ നേർച്ച നേർന്നാൽ ഏതെങ്കിലും പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ മതി, അത് വീടും. പക്ഷെ ഈ 3 പള്ളിയിൽ പോകാൻ നേർച്ച നേർന്നാൽ അവിടെ തന്നെ പോകണം. ഈ 3 പള്ളിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയ പള്ളി ഏതാണ്? മസ്ജിദുൽ ഹറാം. വളരെ ശ്രദ്ധിക്കണം. മസ്ജിദുൽ ഹറാം എവിടെയാണ്? കഅബയുടെ പരിസര പ്രദേശമാണ്. അതിന്റെ പ്രത്യേകത എന്താ? നബിക്ക് പേര് വെച്ചത് മസ്ജിദുൽ ഹറാമിൽ വെച്ചാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ വെച്ചൊരു മനുഷ്യനൊരു തെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുകയും തെറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ ആ തെറ്റ് അയാൾക്ക് പുറത്തു കൊടുക്കാം. ഒരാൾ തെറ്റ് വിചാരിച്ചു, പക്ഷെ അല്ലാഹുവിനെ പേടിച്ച് ആ തെറ്റ് ചെയ്തില്ല. സാഹചര്യം ഒത്തിണങ്ങാത്തത് കൊണ്ടല്ല, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ആ തെറ്റ് ചെയ്തില്ല എങ്കിൽ അയാളുടെ തെറ്റ് അല്ലാഹു പുറത്തു കൊടുക്കാം. പക്ഷേ മസ്ജിദുൽ ഹറാമിൽ വെച്ചൊരാൾ തെറ്റ് ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല, തെറ്റ് വിചാരിക്കാൻ പോലും പാടില്ല. തെറ്റ് വിചാരിക്കലും തെറ്റാണ്, തെറ്റ് ചെയ്യലും തെറ്റാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിയെ കൊണ്ട് പേര് വെക്കേണ്ട സ്ഥലം അവിടെ തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം കൈക്കുമ്പള്ളിരുന്ന് പുഞ്ചിരിക്കുന്ന മുത്തേ മുഹമ്മദ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന് പേര് വെക്കാൻ പറ്റിയ സ്ഥലം അവിടെ തന്നെയാണ്. തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും പേര് വെക്കപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ മാനുഷിക ഗ്രന്ഥമായ ഖുർആൻ കൊടുത്ത് അനുഗ്രഹിക്കപ്പെടുന്ന മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇസ്രാ നടത്തപ്പെടാൻ അനുഗ്രഹിക്കപ്പെട്ട, അവിടെ നിന്ന് മിഅ്റാജിലേക്ക് സപ്തവാനങ്ങൾക്കപ്പുറം അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ അടുത്തേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥിയായി മാറേണ്ട കഅബത്തിന്റെ മുമ്പിൽ വെച്ച് മുഹമ്മദ് എന്ന് വിളിക്കപ്പെട്ടയാള് തെറ്റ് ചെയ്യില്ലെന്ന് മാത്രമല്ല, തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുക പോലും ചെയ്യില്ല മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അവിടെ തന്നെ സ്ഥല പേര് വെച്ചു. ഇത് മുസ്ലിം ചരിത്രകാരന്മാർ മാത്രമല്ല, റസൂലുള്ളാഹിന്റെ ചരിത്രം ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ റോമൻ എംപയർ ഗിബ്ബൺ, എഡ്വേർഡ് ഗിബ്ബൺ, തിരുവനന്തപുരത്തെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഉണ്ട് ആ പുസ്തകം. കഅബത്തിന്റെ മുറ്റത്ത് വെച്ച് മുഹമ്മദ് നബിക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചപ്പോൾ ഒരു വയല് പറഞ്ഞ മുസ്ലിയാരെ പ്രസംഗമേ ഉള്ളൂ എന്ന് കാണരുതാരും. സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക ചരിത്രമാണ്. സൂറത്തുൽ ബഖറ. ബഖറ ഖുർആനിൽ എത്രാമത്തെ സൂറത്താ? 3-മത്തെയോ? 2, 2-മത്തെ. കഅബ നിർമ്മിക്കാൻ വേണ്ടി അല്ലാഹു ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും പറഞ്ഞു. നിർമ്മിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു ദുആ ഉണ്ട്. ആ ദുആയി പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചവനെ നീതി സ്വീകരിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞാനും എന്റെ പൊന്നുമോനും നിർമ്മിച്ച ഈ കഅബയെ നീ സ്വീകരിക്കണമേ അല്ലാഹ്. അതിന്റെ അർത്ഥം എന്താ? റുക്നുൽ യമാനിയും റുക്നുൽ ശാമും ഹജറുൽ അസ്വദും അതിന്റെ ഓരോ മൂലയും ഞങ്ങളുടെ അറിവിൽ, ഞങ്ങളുടെ അന്വേഷണത്തിൽ ഒരു കുറ്റമില്ലാതെ ഞങ്ങൾ പണിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കാണാത്ത കാണുന്ന റബ്ബേ, ഞങ്ങൾ കേൾക്കാത്ത കേൾക്കുന്ന റബ്ബേ,
ഞങ്ങൾ നോക്കിയാൽ കാണാത്ത ന്യൂനത കാണാൻ കഴിവുള്ള നാഥ, നീ ന്യൂനത കണ്ടേക്കാം, അതുകൊണ്ട് സ്വീകരിക്കാതിരിക്കല്ല റബ്ബേ. റബ്ബനാ വജഅൽനാ മുസ്ലിമൈൻ ലക, എന്നെയും എൻ്റെ പൊന്നുമോൻ ഇസ്മായിലിനെയും ഞങ്ങളെ രണ്ടുപേരെയും നീ മുസ്ലിങ്ങളാക്കണേ അല്ലാ. സൂറത്തുൽ ബഖറ അടുത്ത ആയത്ത് ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടന്റ് സൂക്തമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിക. റബ്ബനാ വബ്അസ് ഫീഹിം, അല്ലാഹുവേ ഇവരിൽ നിന്ന് നീ ഒരു റസൂലിനെ നിയോഗിക്കണമേ. യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ വബ്അദ് ഫീഹിം റസൂല, ഈ മക്കയിൽ നിന്ന്, ഈ ജനപ്രദേശമല്ലാത്ത സ്ഥലത്ത് നിന്ന്, ആ മലയുടെ പ്രദേശങ്ങളിൽ നിന്ന് റബ്ബേ നീ ഒരു ദൂതനെ അയക്കണമേ തമ്പുരാനെ. യത്ലു അലൈഹിം ആയാതിക, നിന്റെ ആയത്തോതി കൊടുക്കുന്ന വയുഅല്ലിമുഹുൽ കിതാബ, നിന്റെ കിതാബ് ഓതി കൊടുക്കുന്ന വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത, തത്വജ്ഞാനവും പഠിപ്പിക്കുന്ന. പോരാ വയുസക്കീഹിം, ഹൃദയത്തെ കറങ്ങിച്ചെന്ന് സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ നീ അയക്കണേ എന്ന് വാപ്പയും മോനും അവിടെ വെച്ചുകൊണ്ട് ദ്വാരെന്നതിന്റെ തൊട്ടുമുറ്റത്ത് 4000 കൊല്ലത്തിന് ശേഷം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയ്ക്ക് പാത്രീഭവിക്കപ്പെട്ട പുണ്യഭൂമിയിൽ സഫാ മർവ കുന്നിന്റെ താഴെ അബ്ദുൽ മുത്തലിബിന്റെ കൈവെള്ളയിൽ ഇരിക്കുന്നു ആ പൊന്നുമോൻ മുഹമ്മദ് മുസ്തഫ. ചിന്തിച്ചു നോക്കിയ ആ പേരിട്ട സ്ഥലം, ആ പേരിട്ട സ്ഥലം നോക്കിയ ആ പ്രാർത്ഥനയും കൂടെ ഒന്ന് കോർത്ത് ഇനി ഒരായത്തോളുക. സൂറത്തു ആല ഇമ്രാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് മന്ന അല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബൽ ലഫീ ളലാലിൻ മുബീൻ. ലഖദ് മന്ന അല്ലാഹു, തീർച്ചയായും അല്ലാഹു ഔദാര്യം ചെയ്തു അലൽ മുഅ്മിനീന, വിശ്വാസികൾക്ക്. ഇത് ബഅസ ഫീഹിം, അവരിലേക്ക് അയച്ചു റസൂലൻ, ഒരു ദൂതനെ. യത്ലൂ അലൈഹിം, അവർക്ക് ആ ദൂതൻ ഓതി കൊടുക്കുന്നു. ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ. വയുസക്കീഹിം, ആ ദൂതൻ അവരെ സംസ്കരിക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ, അല്ലാഹുവിന്റെ ഗ്രന്ഥം ഓതി കൊടുക്കുന്നു, ഖുർആൻ ഓതി കൊടുക്കുന്നു. വൽ ഹിക്മത, തത്വജ്ഞാനം ഓതി കൊടുക്കുകയും ചെയ്യുന്ന നബിയെ അല്ലാഹു അവർക്ക് കൊടുക്കുന്നതിലൂടെ മുസ്ലിം മുഅ്മിനീങ്ങൾക്ക് പടച്ചവൻ ഔദാര്യം ചെയ്തു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ഈ നബി വരുന്നതിന് മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. പരിശുദ്ധ ഖുർആൻ. നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ലോക ചരിത്രമല്ലേ. നബിയുടെ മദ്ഹ് പാടാത്ത, ഞാൻ ഖുർആനിലേക്ക് വരികയാണ്, നബിയുടെ മദ്ഹ് പാടാത്ത ഭാഷയുണ്ടോ? ഏത് ഭാഷക്കാരാ നബിയുടെ മദ്ഹ് പാടാത്തുള്ളത്? ചിലരെ ചോദിച്ചു, നമ്മൾ ഈ മൗലൂദൊക്കെ ഓതുമ്പോൾ ചിലർക്ക് സംശയം, നബിയുടെ സഹാബത്ത് അങ്ങനെ ചൊല്ലിയിട്ടുണ്ടോന്നാ. ഞാനും നോക്കിയിട്ടുണ്ട്. ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുമ്പോ പടച്ചവനെ ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നൊരു സഹാബിയുണ്ട്, റളിയല്ലാഹു അൻഹു. പറ, ഹസ്സാൻ ഇബ്നു സാബിത്ത് റസൂലുള്ളാഹിന്റെ മുഖത്തൊക്കെ കൊണ്ട് പാട്ടുപാടി. ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടുവാണെങ്കിൽ ഏത് ഭാഷയിലാ പാടുക? ഏത് ഭാഷയിലായിരിക്കും? ഇംഗ്ലീഷോ മലയാളം അറബിയോ? അറബി. ശബീഹു കബദറുൽ ലൈലി ബല്ലന്ദൻ വറൂ വവജ്ഹുക മിമ്മാഇ
بلاحات أزهر وثلثك كافور وربعك عنبر وخمسك ياقوت وباقيك جوهر. അതിന്റെ അർത്ഥം എന്താ ശ്രദ്ധിക്കണേ. ശബീഹുക ബദറുൽ ലൈൽ, 14-ാം രാവിൽ പൊട്ടിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളുടെ നടുവിൽ മേഘക്കീറിൽ ഒളിച്ചു നിൽക്കാതെ നിലാവ് പുറത്തേക്ക് തലനീട്ടിയ രാത്രിയിൽ നിലാവേ നിലാവേ നിനക്കെന്തഴകെന്ന് പറഞ്ഞ് പൗർണമിയെ ഒരാള് കണ്ടാൽ, 14-ാം രാവിലെ ചന്ദ്രനെ ഒരാള് കണ്ടിട്ട് നിലാവിന്റെ അഴക് മുഴുവനും തന്റെ കണ്ണിലും ഹൃദയത്തിലും ആവാഹിച്ചിട്ട് നേരെ തിരിഞ്ഞാൽ നബിയെ അങ്ങയുടെ മുഖമെങ്ങാനും കണ്ടാൽ ബല്ലന്തൻ വരൂ, ചന്ദ്രൻ ലജ്ജിച്ചു പോകുന്ന തോട്ടക്കാരനെ അത്ഭുതപ്പെടുത്തുന്ന മുഖമല്ലേ അങ്ങയുടെ മുഖം മുത്തേ മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ചൊല്ലു മുഹമ്മദ് മുസ്തഫ. ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയ സഹാബിയ. തീർന്നില്ല തീർന്നില്ല. ശബീഹുക ബദറുൽ ലൈലി ബല്ലന്തൻ വറൂ വവജ്ഹുക മിമ്മായിൽ മലാഹാത്തി അസ്ഹറു. സ്ഫടിക പാത്രത്തിൽ വെള്ളം വീണാൽ സ്ഫടികം തനിയെ തിളക്കമുള്ളതാണ്. അതിൽ വെള്ളത്തുള്ളി വീണാൽ എന്ത് തിളങ്ങുമോ അതുപോലെ തിളക്കമല്ലേ മുത്തേ മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് റസൂലുള്ളാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. വസുലുസുക കാഫൂറുൻ വറുബുക അംബറു വഹുമസുക യാഖൂതുൻ വബാഖീക ജൗഹറു. നബിയേ അങ്ങയുടെ ശരീരത്തിന്റെ 1/3 കർപ്പൂരമോ, വറുബുക അംബറു 4/1 അത്തിറോ, വഖുമുസുക യാഖൂതുൻ 5/1 മാണിക്യമോ, വബാഖീക ജൗഹറു ബാക്കി മുഴുവനും രത്നമോ മുത്തേ രത്നമോ മുത്തേ മുഹമ്മദ് മുസ്തഫ. ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയത് 1400 കൊല്ലം മുമ്പ്. ഇനി സൈനുദ്ദീൻ മഖ്ദൂം പാടി. ഒന്ന് ശ്രദ്ധിക്കണേ, ഞാൻ മലയാള കവിതയോടെ ചൊല്ലാം. ഇന്ന ബൈതൻ അന്താ സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറൂജ്. വല്ല വീട്ടിലും അങ്ങ് താമസിച്ചാൽ അവിടെ വിളക്കിന്റെ ആവശ്യമില്ല നബിയേ. ആയിഷ ബീവി പറയുന്നു റളിയല്ലാഹു അൻഹാ, ഒരിക്കൽ ഞാൻ മുണ്ട് നെയ്യുകയാണ്. രാത്രിയായി പെട്ടെന്നൊരു കാറ്റടിച്ചോ. ബുറിഞ്ഞ കീറിപ്പോയ മുണ്ട് തുന്നുകയാണ്. കാറ്റടിച്ചപ്പോ കത്തിച്ചു വെച്ച വിളക്കടഞ്ഞു പോയി, സൂചി താഴെ പോയി. ഇരുട്ടത്ത് ഞാൻ അങ്ങനെ തപ്പിത്തടഞ്ഞിരിക്കുമ്പോ റസൂലുള്ള കടന്നു വന്നു. ഫജാഅൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൈന, നബി ഞങ്ങളിലേക്ക് കടന്നു വന്നു. നബിയുടെ കാലിന്റെ പ്രകാശത്തിൽ നിന്ന് നിലത്ത് കടന്ന സൂചി ഞാൻ കണ്ടെടുത്തെന്ന് ബീവി ആയിഷ. നമ്മളെങ്ങനെ വീട്ടിൽ കയറിയാലോ പ്രകാശമാണ്, നമുക്ക് പ്രകാശമാണ്. അല്ലാഹു പ്രകാശം തരട്ടെ. നിലത്ത് കിടന്ന സൂചി കണ്ടെടുത്തു എന്ന് പ്രകാശം കൊണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ മങ്കൂസ് മൗലൂദ് ചൊല്ലി. ബൂസൂരിയുടെ ബുറുദ. ഞാൻ അലക്സാൻഡ്രിയയിൽ പോയിട്ടുണ്ട്. നവാസ് മാനാൻ ഇപ്പൊ പോകുന്നുണ്ട്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അലക്സാൻഡ്രിയയിൽ പോയി ബൂസരി ഇമാമിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് മൊത്തത്തെ ഈ ബുറുദ വരികളാ, 165 വരിയ ഭിത്തി മൊത്തം. 2 തവണ ഞാൻ പോയി, അള്ളാഹു സ്വീകരിക്കട്ടെ. കിബർ പറഞ്ഞല്ല കേട്ടോ. ഖബറിന്റെ അടുത്ത് എന്നിട്ട് ഞാൻ ഒരു പദ്യം അങ്ങ് പാടി. അല്പം പേടിയുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ചൊല്ലിയതാ, വലം യുദാനുഹു ഫീ ഇൽമി വലാ കറമി
ഫാഖൻ നബിയിന, എല്ലാ നബിമാരെക്കാൾ അങ്ങ് മേലെയാണ്. പച്ചത്താഴികക്കുടത്തിന്റെ താഴെ ഉറങ്ങിക്കിടക്കുന്ന ആമിനാന്റെ പൊന്നുമോനെ മുഹമ്മദ് മുസ്തഫ. എല്ലാ നബിമാരെക്കാൾ അങ്ങ് മേലെയാണ്. ഖൽഖിൻ വഫീ ഖുലുഖി, ആകൃതിയിലും പ്രകൃതിയിലും. വലം യുദാനു ഫീ ഇൽമിൻ വലാ കറമി, ലോകത്തുള്ള സർവ പദാർത്ഥങ്ങളുടെ പേര് പറഞ്ഞ് മലക്കുകളെ വിസ്മയിപ്പിച്ച ആദം നബിയാവട്ടെ, ബിസ്മില്ലാഹി മജ്രാഹാ വ മുർസാഹാ എന്ന് പറഞ്ഞ് കപ്പലോടിച്ച നൂഹ് നബിയാവട്ടെ, പക്ഷികളോടും ഉറുമ്പുകളോടും കിന്നാരം പറഞ്ഞ സുലൈമാൻ നബിയാവട്ടെ, 4 പക്ഷികളെ പിടിച്ചറുത്ത് കൂട്ടിക്കുഴച്ച് പേര് ചൊല്ലി വിളിച്ചപ്പോൾ പറന്നു വരത്തക്ക വിധത്തിൽ മുഅ്ജിസത്ത് കൊണ്ട് ശ്രേഷ്ഠനാക്കപ്പെട്ട ഇബ്രാഹിം നബിയാവട്ടെ, ചെങ്കടലിൽ വടികൊണ്ട് നടിച്ചപ്പോൾ പിളർത്തപ്പെട്ട് ഫറോവയുടെ സൈന്യങ്ങളെ വിസ്മയിപ്പിച്ച ബഹുമാനപ്പെട്ട മൂസാ നബിയാവട്ടെ, കുഷ്ഠരോഗികളെയും വെള്ളപ്പാണ്ടുകാരെയും അന്ധരെയും തടകി സുഖപ്പെടുത്തിയ റൂഹുല്ലാഹി ഈസയാവട്ടെ, അങ്ങയുടെ ഇൽമിന്റെ അടുത്ത് എത്തിയിട്ടില്ല മുത്തേ, അങ്ങയുടെ അറിവിന്റെ അടുത്ത് എത്തിയിട്ടില്ല റസൂലേ, അങ്ങയുടെ ഔദാര്യത്തിന്റെ അടുത്ത് എത്തിയിട്ടില്ല ഹബീബേ മുഹമ്മദ് മുസ്തഫ. ബൂസരിന്റെ പുറതെയാ ചൊല്ലിയ ഒരുപാടുണ്ട്. ഒരു 10 ദിവസം പ്രസംഗിച്ച ഇതെന്നെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനുണ്ട്. അത്ര മദ്ഹ മുഹമ്മദ് മുസ്തഫ.